എബോളയുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 52 വയസ്സുകാരിയെ പ്രവേശിപ്പിച്ചതോടെയാണ് എബോള വീണ്ടും പൊതുമധ്യത്തിൽ ചർച്ചയാകുന്നത്. അതേസമയം അപകട സാധ്യതകൾ കുറയ്ക്കണമെന്നും അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആശങ്ക വേണ്ട, ജാഗ്രത മതി. നിപ്പയ്ക്കും ഷിഗല്ലയ്ക്കും പുറമെ എബോള സംശയം കൂടി നിഴലിച്ചതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും അറിയിക്കുന്നത്. എബോള രോഗം സംശയിക്കുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. റിസ്ക് എടുക്കേണ്ട, അതിനാൽ ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകുന്നു. എബോള സംശയിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ കാര്യത്തിൽ ആശങ്കപ്പെടാനില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരനും അറിയിച്ചു. ഉഗാണ്ടയിൽ നിന്ന് വന്ന ഒരു വനിതയാണ്. അവരെ പനിയും ഛർദി അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. സുഡാനിൽ നിന്ന് രോഗം സംശയിക്കുന്നയാൾ ഉഗാണ്ടയിലേക്ക് പോവുകയും പിന്നീട് അവിടെ നിന്ന് കേരളത്തിലേക്കും വന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായതോടെ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 52 വയസ്സുകാരിക്ക് കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെ സംഘം അറിയിക്കുന്നത്. നിലവിലിവർ പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ കർശന നിരീക്ഷണത്തിലാണ്. രോഗിയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച എബോള വൈറസ് ബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി തിരുവനന്തപുരത്തെ ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഫലം ഉടനെത്തും. പോസിറ്റീവാണെങ്കിൽ കനത്ത ജാഗ്രതയിലേക്ക് സംസ്ഥാനം പോകേണ്ടി വരും. 2014-16 കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലുണ്ടായ എബോള വ്യാപനത്തിൽ 28,600-ലധികം പേർക്ക് രോഗം ബാധിച്ചിരുന്നു. 1976-ൽ എബോള കണ്ടെത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യാപനമായിരുന്നു അത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കോങ്കോയിൽ ഇതിനു മുമ്പ് എബോള റിപ്പോർട്ട് ചെയ്തത്. അന്ന് 34 പേർ മരിച്ചു. 2018-2020 കാലത്ത് എബോള വൈറസ് ബാധിച്ച 2300 പേരാണ് ഇവിടെ മരിച്ചത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.